നമസ്കാരം. പാടത്ത് ജോലി വരമ്പത്ത് കൂലി. പക്ഷേ ഇതിപ്പോ പാടത്ത് ജോലി മാത്രമേ ഉള്ളൂ. ഇതാണ് KSRTCയുടെ ഇപ്പോഴത്തെ അവസ്ഥ. എന്നിട്ട് അവരുടെ മുകളിൽ കുതിര കയറാൻ കൂടി ചെന്നാലോ? തിരുവനന്തപുരത്തെ മേയർ ആര്യ രാജേന്ദ്രന് സഞ്ചരിക്കാൻ റോഡിൽ സൈഡ് നൽകിയില്ല എന്ന് പറഞ്ഞ് നടു റോഡിൽ KSRTC ഡ്രൈവറുടെ മേൽ കയർത്ത് സംസാരിക്കുന്ന വീഡിയോയാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. ഇടത് സർക്കാർ വമ്പൻ വിവാദങ്ങളിൽ പുകയുമ്പോഴും വീണ്ടും വിവാദങ്ങളിൽ കുരുക്കുകയാണ് നേതാക്കളും. ശമ്പളം കൊടുക്കാതെ ജോലി ചെയ്യുന്നതും പോരാ, അധികാരമുണ്ടെന്ന് കരുതി ബസ് പിടിച്ചു നിർത്തി നടു റോഡിൽ കണ്ടക്ടറോട് ക്ഷോഭിക്കുന്ന ആര്യ രാജേന്ദ്രനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുകയാണ്. സൈഡ് നൽകിയില്ലെന്ന് പറഞ്ഞ് കണ്ടക്ടറോട് ചൂടാവുകയും ബസ് പിടിച്ചു നിർത്തി അദ്ദേഹത്തിനെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിരിക്കുന്നു. വീഡിയോയിലുടനീളം ശമ്പളം പോലും തരാതെ എന്തിനിങ്ങനെ കാണിക്കുന്നുവെന്നും ആദ്യം ശമ്പളം തന്നിട്ട് സംസാരിക്കൂ എന്നും പറയുന്ന KSRTC ഡ്രൈവറെ കാണാം. ഇന്നലെ രാത്രി തിരുവനന്തപുരത്ത് പാളയത്ത് വെച്ചാണ് ഈ സംഭവം നടന്നത്. KSRTC ഡ്രൈവർ വളരെ മോശമായി പെരുമാറിയെന്ന മേയറുടെ പരാതിയിൽ പോലീസും കേസെടുത്തു. എന്നാൽ ഡ്രൈവർ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തില്ല. ഭർത്താവ് സച്ചിൻ ദേവ് MLAയും മേയർക്കൊപ്പം ഉണ്ടായിരുന്നു. KSRTC ഡ്രൈവർ യദു LHനെതിരെയാണ് കന്റോൺമെന്റ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. കാർ ബസിന് കുറുകെയിട്ട് ട്രിപ്പ് മുടക്കിയെന്നും മോശമായി തന്നോട് പെരുമാറിയെന്നും കാണിച്ച് KSRTC ഡ്രൈവറും പോലീസിന് പരാതി നൽകിയിരുന്നു. എന്നാൽ ഈ ഡ്രൈവറുടെ പരാതിയിൽ പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ല. എന്തുകൊണ്ട്? ജനാധിപത്യം എല്ലാവർക്കും ഒരുപോലെയാണെന്ന് പറയുന്ന ഇടതു നേതാക്കൾ ആര്യ രാജേന്ദ്രനെ സംരക്ഷിക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ ദിവസം രാത്രി 10:30യോടെയാണ് ഈ സംഭവം നടന്നത്. പട്ടത്ത് നിന്നും പാളയം വരെ മേയറുടെ വാഹനത്തിന് സൈഡ് നൽകിയില്ലെന്ന് ആരോപിച്ചാണ് കാർ ബസിന് വട്ടം വെച്ചത്. തുടർന്ന് ബസ് ഡ്രൈവറും മേയറും ഒപ്പമുള്ളവരും തമ്മിൽ നടു റോഡിൽ തന്നെ ഏറെ നേരം തർക്കത്തിൽ ഏർപ്പെടുന്നതുൾപ്പെടെ വീഡിയോ ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ശമ്പളം തന്നിട്ട് സംസാരിക്കൂ എന്നുൾപ്പെടെ ഡ്രൈവർ പറയുന്നതും കേൾക്കാമായിരുന്നു. മേയറുടെ ഔദ്യോഗിക കാർ അല്ല അത്. സ്വകാര്യ വാഹനത്തിലായിരുന്നു ആര്യ രാജേന്ദ്രനും കുടുംബവും സഞ്ചരിച്ചത്. CPM കാരുടെ ധാർഷ്ട്യം മേയർ ആര്യ രാജേന്ദ്രനെയും ബാധിച്ച അവസ്ഥയിൽ തന്നെയാണ്. നടു റോഡിലും മന്ത്രിസഭയിലും എന്തും കാണിക്കാമെന്ന ധൈര്യം പാർട്ടി നൽകിയത് കൊണ്ടാകും ആര്യ രാജേന്ദ്രനും ചിന്താ ജെറോമും ഒക്കെ നടു റോഡിൽ ഇത്തരത്തിൽ അധികാരങ്ങൾ കാണിക്കുന്നത്. പാവപ്പെട്ടവന്റെ നേരെ കുതിര കയറാൻ അല്ലെങ്കിലും CPM നേതാക്കൾക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും തന്നെ വേണ്ട. അധികാരികൾ വല്ലതുമായിരുന്നെങ്കിൽ ആര്യ രാജേന്ദ്രൻ വഴിമുടക്കുമായിരുന്നു. ഇങ്ങനെ നടു റോഡിൽ നിർത്തി ഒരാളെ അപമാനിക്കുമായിരുന്നു. എന്നിട്ട് KSRTC ഡ്രൈവർ നൽകിയ പരാതിയിൽ മേയർക്കെതിരെ കേസെടുക്കാൻ മുഖ്യമന്ത്രിയുടെ പോലീസ് സേന പോലും തയ്യാറായിട്ടില്ല. കേരളത്തിലെ ഭരണം ഇടത് നേതാക്കൾക്ക് മാത്രമായി മാറ്റിവെച്ചിരിക്കുകയാണ്. സാധാരണക്കാരന് വേണ്ടി ചോദിക്കാൻ ഇവിടെ ആരുമില്ല. ആരെങ്കിലും മുതിർന്നാൽ ജോലി തെറിപ്പിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇല്ലാതാക്കും. ഒരു മേയറുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ഒരു സംഭവം CPMന് തന്നെ നാണക്കേടുണ്ടാക്കുകയാണ്. അധികാരം ഉപയോഗിച്ച് എന്തും ചെയ്യാമെന്ന മോഹം ഇനി നടക്കില്ല. ഇത് ജനാധിപത്യ രാജ്യമാണ്. നിയമങ്ങൾ എല്ലാവർക്കും ഒരേപോലെയാണ്. അത് മേയർ ആയാലും ഡ്രൈവർ ആയാലും.